ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം കളിച്ച ഒരാള് ഷൈക്ക് മാത്രമായിരിക്കും ചിലപ്പോ. കാരണം അതുപോലത്തെ ഷൈക്കയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത്. പരമനാറി പട്ടി കഴിവേറടാ മോളെ. കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഊരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സന്തോഷത്തോടെയായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു. എല്ലാവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി. സോ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി, വെടി വെച്ച് കൊല്ലണപ്പ അതിനെ. നന്നായി കളിക്കേണ്ടത് തോന്നി. അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. എനിക്കറിയില്ല എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അതൊരു അല്ല, അനുമോളുടെ ട്രാപ്പില് ശൈത്യ കൊടുക്കുന്നതാണെങ്കിൽ അല്ല, അതിനെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. വൈക്കോലും മറിച്ചു വെക്കുക, ഇതൊക്കെയല്ല താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ബിഗ് ബോസിലുണ്ടായ തിരിച്ചറിവ് എന്താ? ബിഗ് ബോസിലൊരു ജെനുവിൻ ആയിട്ട് നിൽക്കുക, നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക. അവിടെ താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞു തോന്നാ ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ് അല്ലെങ്കിൽ ഒരു മതി ചൊറിയണ വർത്താനം പറയരുത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നേന്നുള്ളത്. വരും ദിവസങ്ങളിൽ മനസ്സിലാവും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, 1 2 അടിച്ചോ. പക്ഷേ ഇറങ്ങടോ ഇറങ്ങടോ.